പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ എത്ര വിലപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് അനിവാര്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ചെറിയ ആയുസ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്നതാണ്. അതിലൊരിക്കലും വീഴ്ച ഭവിക്കരുത്. അതിൽ വീഴ്ച ഭവിച്ചാൽ നമുക്ക് നിത്യതയിൽ അത് വലിയ തീരാ നഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ ആയുസ് ലഭിച്ചിരിക്കുന്ന ഈ സമയം നമുക്ക് ശരിയായിട്ടുള്ള അറിവ് പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകണം. കർത്താവിൻ്റെ കൃപ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പം കർത്താവിലായിത്തീർന്നിട്ടുള്ളവർ കർത്താവിൻ്റെ ഹിതത്തിലായിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാക്ഷ്യം. ഇന്നലെ ഞാനൊരു വീണ്ടും ജനിച്ചൊരു ദൈവത്തിലായി ജീവിക്കാൻ ആരംഭിച്ചിട്ട് 42 വർഷം കംപ്ലീറ്റായി. ഇത് 43ാമത്തെ വർഷത്തെ 1ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ കർത്താവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു കാര്യം ഞാൻ ദൈവമക്കളുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, 143-ാം സങ്കീർത്തനം അതിൻ്റെ 10ാം വാക്യമാണ്. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമല്ലോ. ഞാൻ പറഞ്ഞത് നീ എൻ്റെ പിതാവല്ലോ എന്നാണ്. ഇത് ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമായിട്ട് അതിൻ്റെ തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പം ഓരോ ദിവസവും നമ്മൾ ദൈവേഷ്ടത്തിലായിരിക്കണം. ദൈവം നമ്മളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ. ദൈവത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവഹിതത്തിനുള്ളിലായിരിക്കുക എന്നുള്ളത് ഒരു ദൈവഹിതത്തിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. അതുകൊണ്ടായിരിക്കാം ദാവീദിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, തൻ്റെ ആയുസ്സിൽ അവൻ ദൈവഹിതപ്രകാരം ശുശ്രൂഷിച്ചിട്ട് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ഏറ്റവും വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയൊരു ആയുസ്. അത് നമ്മൾ ദൈവഹിതപ്രകാരം ചെയ്ത് അപ്പോൾ ദൈവഹിതപ്രകാരം ചെയ്ത് ദൈവത്തിലേക്ക് ചേരുക എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾക്ക് ദൈവഹിതം അറിയുവാനായിട്ടുള്ള ഉത്സാഹമുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവഹിതം ചെയ്യുവാൻ നമുക്ക് ഉത്സാഹമുണ്ടോ? ഓരോ ദിവസവും നമ്മളെക്കുറിച്ചൊരു ദൈവഹിതം ദൈവത്തിനുണ്ട്. ആ ഹിതം നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, പൗലോസ്ലീഹ കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. താൻ കൃപാവരങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. നമുക്കറിയാം 12ാം അധ്യായം 1 കൊരിന്ത്യർ 12ാം അധ്യായം, നിങ്ങൾക്ക് ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. അങ്ങനെ ആ അധ്യായം പറഞ്ഞു വരുമ്പോൾ ആ അധ്യായത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 31ാം വാക്യത്തിൽ അവിടെ വായിക്കുന്ന ആ 31ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ കൃപാവരങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് വാസ്തവത്തിൽ? അത് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകരാനുള്ള ഓരോ ഉപകരണം. അതിനെ നിങ്ങൾ സ്പൂണായിട്ടോ തവിയായിട്ടോ ഒട്ടകമായിട്ടോ എന്തായിട്ട് ചിന്തിച്ചാലും കൃപാവരങ്ങൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകരുവാനായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കൊലോസ്യ അതെല്ലാം പറഞ്ഞു ശേഷം 12ാം അധ്യായം മുഴുവനും നമുക്കറിയാം കൃപാവരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. എന്നിട്ട് അവസാനം അതിൻ്റെ 12-31 അവസാനം പറയാണ്, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കുക, നമ്മൾ ഏറ്റവും ഗഹനമായിട്ട്
പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വാസ്തവത്തിൽ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് ഇവിടെ താൻ പറയുന്നതാണ്, ഞാൻ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യം, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പോൾ ഇവിടെ താൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ഈ വാക്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ ദൈവമക്കളെ? നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മളിൽ ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു കാര്യമാണ് ദൈവസ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം. ചിലർക്ക് അവർ കൃപാവരങ്ങളിൽ അല്ലെങ്കിൽ ദാനങ്ങളിൽ പ്രശംസിക്കുന്നവരാണ്. നമ്മൾ ദാനങ്ങളിലല്ല ദാതാവിലാണ് പ്രശംസിക്കേണ്ടത്. ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ ദിശ മാറിപ്പോകാനായിട്ട് വലിയ സമയമൊന്നും ചിലപ്പോൾ എടുത്തു വരികയില്ല. അപ്പോൾ ഇവിടെ എന്നിട്ട് താൻ വീണ്ടും പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, ദൂതന്മാരുടെ ഭാഷ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ദൂതന്മാർ നമുക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെയാണ് നമുക്ക് ഇതുവരെ സന്ദേശം നന്നായിട്ടുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും വലിയ ഘനമേറിയ ഭാഷകളിൽ സംസാരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. എല്ലാത്തിനും പിന്നിൽ സ്നേഹമാണെന്നാണ്. സ്നേഹമാണ്. എന്നിട്ട് അടുത്ത് പറയുന്ന 2-ാം വാക്യം, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. താൻ വളരെ ആഴമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം സ്നേഹം കൂടാതെ നമുക്ക് ചെയ്യാം. സ്നേഹം കൂടാതെ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഉത്ഭവം, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ചേതോവികാരം അതെന്താണെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും, നോക്കണം, വളരെ ഒരിക്കലും വെളിപ്പെടുത്തി കിട്ടാത്ത കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തി ആത്മാവിൽ ലഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവിടെയും അതിൻ്റെ പ്രയോഗങ്ങൾ പോലും നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നില്ല എങ്കിൽ, എന്നിട്ട് പറയുകയാണ്, എനിക്ക് സകല ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും. ആരെങ്കിലും വിശ്വാസത്തിൽ മലകളെ നീക്കിയതായിട്ട് ഇന്നുവരെ നമ്മളെങ്ങും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പറയുന്നൊരു സാധനം അത്രമാത്രം ഞാൻ വിശ്വാസിയായിരുന്നാലും, എന്നിട്ട് പറയാണ്, അവസാനം വന്ന് പറയാണ്, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. നമ്മുടെ വെറും ശൂന്യതയെ കാണിക്കുക. എന്നിട്ട് 3-ാമത്തെ കാര്യം ശ്രദ്ധിക്കണം. 3-ാമത്തെ വാക്യം, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എത്ര പഠിച്ചാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ ദൈവസ്നേഹം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള വലിയൊരു വിഷയം. മനുഷ്യനളക്കുന്ന പോലെ ആയിരിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതുപോലെ വിനയപ്പെട്ടും ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഓരോ ദിവസവും നമുക്കത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യചിഹ്നം. എന്നിട്ട് അതിൻ്റെ 4 മുതലുള്ള വാക്യത്തിൽ സ്നേഹം എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു പറയുക. ഇത് നമ്മളൊന്ന് ഗ്രഹിക്കേണ്ടതാണ് ദൈവമക്കളെ. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായം, അത് 13 വാക്യങ്ങളേ ഉള്ളൂ, നിങ്ങളതൊന്ന് വായിച്ച് ധ്യാനിക്കുന്നത് ഒരു യഥാർത്ഥ വിജയകരമായ ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. പ്രാധാന്യം കൊടുക്കേണ്ടതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം.
എന്നിട്ട് നോക്കുക, ഞാൻ ഇതൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല, കാരണം എത്ര ലളിതമായിട്ടാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓരോ പോയിന്റുകളെടുത്ത് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെയൊരു വലിയ പഠനത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നോക്കുക അല്ലേ, ഇന്നെല്ലാവരും ക്ഷിപ്രകോപികളാണ്, ക്ഷമയെന്നുള്ളതില്ല. എന്നാൽ ഇവിടെ പറയാണ് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ദൈവത്തിൻ്റെ ഗുണങ്ങളാണ് ഇതെല്ലാം. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. അപ്പം സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതാ ഞാനിവിടെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. 8ാമത്തെ വാക്യം സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വേറെ വിഷയത്തിൽ വരിക. എങ്കിലും പറയുന്ന സാരം, സ്നേഹം ഇവിടെ 15 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല. എന്നിട്ട് അതിൻ്റെ അവസാനം ഈ വിവരണങ്ങളൊക്കെ തന്ന ശേഷം 13ാം വാക്യത്തിൽ വായിക്കുകയാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം, നമ്മൾ സ്നേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നേഹമല്ല ഇത്. നമ്മുടെ പരിശ്രമഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യവുമല്ല. കാരണം ഇത് നമുക്ക് വീണ്ടും ജന്മത്താൽ ദൈവാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം, ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, പിന്നെ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, അത് നമ്മൾക്ക് വായിക്കാൻ കഴിയും. എന്നാൽ സ്നേഹം, ആ സ്നേഹം അത് നമുക്ക് ദൈവം നമുക്ക് വീണ്ടും ജനിച്ച സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുക. ഈ സ്നേഹം നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഈ സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൽ എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് അത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, യഥാർത്ഥത്തിൽ മറ്റൊന്നും അല്ല വിഷയം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എത്രമാത്രം വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് പഠിക്കുന്നത് നല്ല കാര്യമാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ അനുസരണമുണ്ട്. അപ്പോൾ ഈ വിശ്വാസം ശക്തമായി മുന്നേറുവാൻ നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യാശ. അപ്പം ഈ പ്രത്യാശ പ്രത്യാശയും നമുക്കറിയാം, നമ്മൾ കർത്താവിൽ വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പ്രത്യാശ എന്നാണ്. നമ്മൾ റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നോക്കണം, ആത്മീയ ജീവിതത്തിൽ നിശ്ചയമായും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശക്തമായ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശ ആരാ തരുന്നത്? ദൈവം. എല്ലാ ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയമുള്ളവരെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ പ്രത്യാശയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഒരു ജീവൻ നയിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥമായ പ്രത്യാശ ഉള്ളവരോ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ പ്രത്യാശയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളെയും ചെയ്യുവാനായിട്ട് നമുക്കൊരു ബലമായിട്ട്
പ്രവർത്തിക്കുന്നത്. അപ്പം എവിടെ വിശ്വാസമുണ്ടോ അവിടെ അനുസരണമുണ്ട്, എവിടെ സ്നേഹമുണ്ടോ അവിടെ ത്യാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ നമ്മൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ, അബ്രഹാം തൻ്റെ ജീവിതത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം, നമ്മൾ റോമാലേഖനം തന്നെ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 16-ന്റെ അവസാനം 16 മുതൽ വായിക്കാം. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. നീ ശ്രദ്ധിക്കണേ വളരെ. 17 മുതൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗങ്ങൾ, ഇതൊക്കെ വിശ്വാസികളായ നമുക്ക് എത്രമാത്രം പ്രോത്സാഹനം തരുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം ദൈവം അരുളി ചെയ്തത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. നീണ്ട വർഷങ്ങൾ ദൈവം ചെയ്ത വാഗ്ദത്തത്തെ നിവൃത്തിക്ക് വേണ്ടി താൻ കാത്തിരുന്നു. താൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം എന്നതിന് പിതാവ് എന്നും അബ്രഹാം എന്നാൽ ജാതികളുടെ പിതാവ് എന്നും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കണം. അപ്പോൾ ബഹുജാതികൾക്ക് പിതാവായി തീരുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ക്ഷീണിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിക്കാറുണ്ടോ? ഇന്ന് നമ്മൾ വിശ്വാസം തന്നെയാണോ? അല്ലേ? നമ്മൾ 2 കൊരിന്ത്യർ 13:5 വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. അപ്പോൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെന്നാണ്. കാരണം എഫേസ്യർ 3:17 വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പം വിശ്വാസത്താലാണ് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്. വിശ്വാസത്തിലായിരിക്കുന്നെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മളിലുള്ളൂ. ക്രിസ്തു നമ്മളിൽ ഇല്ലാത്ത ജീവിതം ക്രിസ്തീയ ജീവിതമല്ലല്ലോ. ക്രിസ്തു നമ്മളെ നയിക്കണം. കർത്താവിൻ്റെ കർത്തൃത്വം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് നാം ശരിക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും താൻ ഇവിടെ ആശയ്ക്ക് വിരോധമായി ആശയോടെ, അതിൻ്റെ 18-ാം വാക്യം ഏത്? റോമാലേഖനം 4:18. അപ്പോൾ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്തപ്പോഴുള്ള ആശ, ആ ആശ അബ്രഹാം വിട്ടില്ല. കാരണം പരിസ്ഥിതി തനിക്ക് പ്രതികൂലമാണ്. ലോകപ്രകാരമുള്ള ചിന്തയിൽ പോയാൽ ഇവിടെ അബ്രഹാമിന് വയസ്സ് 100, സാറായ്ക്ക് വയസ്സ് 90. നോക്കണം. ഇനി അവർക്ക് പുത്രോത്പാദനം എന്നുള്ളത് മാനുഷിക ചിന്താഗതിയിൽ അസാധ്യം. എന്നാൽ അരുളി ചെയ്ത ദൈവം വിശ്വസ്തനാണ്, അവനത് നിറവേറ്റും എന്നുള്ള പ്രത്യാശ അബ്രഹാമിനെ ഭരിച്ചു. അതുകൊണ്ട് അബ്രഹാമിന് തനിക്ക് പറയാനുള്ളത്, ഞാൻ അബ്രഹാമാകുന്നു, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുന്നു. ചിലപ്പോൾ ജനം ചോദിച്ചു കാണും, അബ്രഹാമേ നിനക്ക് ഒരു കുഞ്ഞുപോലും ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് ജാതികളുടെ പിതാവാകുന്നേ? അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാം, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം പറയുന്നത് അതുപോലെ സംഭവിക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചു. അങ്ങനെ
ദൈവത്തിൻ്റെ സമയത്ത് തന്നെ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതി ഇസ്ഹാക്ക് ലഭിച്ചു. ഇസ്ഹാക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നോക്കണം, എല്ലാ നിലയിലും ദൈവത്തിൻ്റെ സ്നേഹിതനായി വിശ്വസിച്ച് ആശ വെച്ച് ജീവിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ പാളിച്ചയുണ്ടായി. എന്താണെന്നറിയാമല്ലോ, ഈ ദൈവത്തോടുള്ള ആ സ്നേഹത്തിനൊക്കെ ഒരു ചെറിയ വീഴ്ച വരുന്നതായിട്ട് ദൈവം കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം അവനെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ശോധനയാണ്. ആ ശോധനയിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നത് എന്തുവാ? ആ വാക്യം വളരെ മഹത്വമാണ്. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ. എത്ര നല്ല ഒരു അവസ്ഥയല്ലേ! ദൈവം വിളിച്ച ഉടനെ ഇതാ കർത്താവേ ഞാനിവിടെ ഉണ്ട്, ദൈവമേ ഞാനിവിടെ ഉണ്ട്, ഇതാ അടിയൻ കേൾക്കുന്നു എന്ന് പറയുന്നൊരനുഭവം. ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാലിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. നോക്കുക, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാമോട് പറയാണ്, അബ്രഹാമേ നീ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിനക്ക് എന്നോടല്ല സ്നേഹം, നിനക്കിപ്പോൾ ഞാൻ തന്ന ദാനത്തിലേക്ക് നിന്റെ സ്നേഹം പോയി. അപ്പോൾ ഒരു ദാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അബ്രഹാമിൻ്റെ സ്നേഹം ദൈവത്തോടു കൂടെ ചെലവഴിക്കേണ്ടതിന് പകരം ആ സമയം തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് ചെലവഴിക്കുവാനും ആ സ്നേഹം ഇസ്ഹാക്കിലേക്ക് പതുക്കെ മാറുവാനിടയായി. അപ്പോൾ ദൈവത്തോടല്ല ഇപ്പോൾ സ്നേഹം, ഇപ്പോൾ ഇസ്ഹാക്കിനോടാണ് സ്നേഹം. അല്ല, ഇന്ന് അങ്ങനെയുള്ള സ്നേഹം വ്യതിചലിക്കുന്ന ഒരനുഭവം പലരുടെയും ജീവിതത്തിലില്ലേ? പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ ഇസ്ഹാക്കിനെ ഞാൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. അബ്രഹാം മടിച്ചില്ല. പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന അനുസരിക്കുന്ന ഒരു നല്ല സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു. അതാ ഇന്ന് വിശ്വാസികളിൽ കാണേണ്ടത്, അനുസരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ഇസ്ഹാക്കിനെ അർപ്പിച്ചു എന്നാണ്. അപ്പോൾ അവിടുത്തെ ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ അർപ്പിച്ചു, യഥാർത്ഥത്തിൽ ദൈവദൃഷ്ടിയിൽ അബ്രഹാം അർപ്പിച്ചു. ഇവിടെ നമ്മൾ 11-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെ ഞാൻ വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. കണ്ടോ, യാഗം അർപ്പിച്ചു. അടുത്ത് നോക്കണം, ഇസ്ഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. നോക്കുക, വീണ്ടും പറയാണ്, അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നോക്കുക പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള വലിയ അനുസരണം. ദൈവം പറഞ്ഞതിനെ ചോദ്യം ചെയ്യാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ വെച്ച്. അപ്പം ഇതിനെല്ലാം അബ്രഹാമിനെ ഇത്രമാത്രം ധൈര്യമുള്ളവനാക്കി തീർത്തത്, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിൽ പ്രചോദനമായി തീർന്നത് എന്താണ്? കർത്താവ് കൊടുത്ത വാഗ്ദത്തമാണ്. കാരണം ഇസ്ഹാക്കിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നൊരു വാഗ്ദത്തം ദൈവം കൊടുത്തിരിക്കുക. നമ്മൾ ചിന്തിക്കണം, ഇവിടെ കർത്താവ് പറഞ്ഞതെന്താ അറിയോ?
ഇസ്ഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ ഇസ്ഹാക്ക് മരിച്ചാലും വീണ്ടും ദൈവം അവനെ ഉയർപ്പിക്കുമെന്നും അവനിലൂടെ സന്തതി ഉണ്ടാകുമെന്നും അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് ഈ ഇസ്ഹാക്കിനെ ഞാനിവിടെ അർപ്പിച്ച് ഇസ്ഹാക്ക് ചാരമായി തീർന്നാലും അതിൽ നിന്നും ദൈവത്തിന് എൻ്റെ മകനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ ഉളവാക്കുവാൻ കഴിയുന്ന ദൈവത്തിന് ഇത് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യുവാനായിട്ടിടയായി. അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവരാ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സന്തതി അല്ലെങ്കിൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യർ. ഇവരുടെ ആ വിശ്വാസം എത്ര ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ അങ്ങനെയൊരു വിശ്വാസമുണ്ടോ? നമ്മുടെ വിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ചിന്തിക്കണം. ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവവചന കേൾവി അനിവാര്യമാണ്. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് നമ്മൾ റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനം കേൾക്കുന്നത് നമുക്കത് വിശ്വാസമായിട്ട് പരിണമിക്കുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തു നമ്മളിൽ രൂപം പ്രാപിക്കുക വളരെ വിലപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമുക്ക് വിശ്വസിച്ച് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? അപ്പം ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിന് ഇസ്ഹാക്കിനെ ലഭിക്കുവാൻ പോലും ഇടയായത് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലുള്ള ആ വിശ്വാസവും പ്രത്യാശയുമാണ്. വിശ്വാസവും പ്രത്യാശയും ആശയ്ക്ക് വിരോധമായ ആശയോടെ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും മാനുഷികമായി ചിന്തിച്ചാൽ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാൽ തനിക്ക് ആശയുണ്ട്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചല്ലോ 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് മൂന്നും നിലനിൽക്കും. അപ്പോൾ വിശ്വാസം, അപ്പം അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാമിന് ലഭിച്ച ആ പ്രത്യാശ, അവന് ദൈവത്തോടുള്ള ആ സ്നേഹം, ഇതൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണപ്പെടേണ്ട വളരെ ശ്രേഷ്ഠമായ ഈ 3 ഗുണങ്ങൾ. എവിടെ വിശ്വാസമുണ്ടോ അവിടെ നിശ്ചയമായും അനുസരണമുണ്ട്. എവിടെ പ്രത്യാശയുണ്ടോ അവിടെ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടും. എവിടെ സ്നേഹമുണ്ടോ അവിടെയും അനുസരണമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്നാണ്. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യമല്ലേ? മറ്റുള്ള എല്ലാറ്റേക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ് സ്നേഹം. അപ്പോൾ ആ സ്നേഹത്തോട് കൂടെ നിലനിൽക്കുന്ന കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിശ്വാസവും പ്രത്യാശയും. കർത്താവിൻ്റെ വരവ് വരെയും നമുക്ക് ഈ വിശ്വാസവും പ്രത്യാശയും വളരെ അനിവാര്യമാണ്. സ്നേഹം എന്നേക്കും നിലനിൽക്കുക, 3 നിലനിൽക്കുന്ന തന്നെയാണ്. എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വാസത്തിൻ്റെയോ പ്രത്യാശയുടെയോ ആവശ്യമില്ല. സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇന്ന് നമ്മളെ പരിശോധിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായും ഈ അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കുണ്ടോ? ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെടുമെന്നുള്ള ആ ആശ നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇന്ന് അനേക വിശ്വാസികളും കർത്താവ് വീണ്ടും വരുമെന്നുള്ള ആശ പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല. അത് പ്രതിഫലിക്കണം ദൈവമക്കളെ. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. ഇന്ന് നമ്മുടെ വിശ്വാസം ദൈവം പരിശോധിച്ചാൽ നമ്മുടെ വിശ്വാസം എപ്രകാരമുണ്ട്? നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണോ? നമുക്ക് യഥാർത്ഥമായും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പകരപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും കാണുവാൻ ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നമ്മളൊരു ചെറിയ ശോധന കഴിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ഒരു സ്വയശോധന പലരും നടത്താറില്ല. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ എൻ്റെ 24-ാമത്തെ വയസ്സിലാണ്
ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിക്കാനിടയായത്. അന്നു മുതൽ എൻ്റെ ഈ ഓട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഓട്ടമായിരുന്നു. വിശ്വാസത്താൽ തന്നെ ജീവിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അനേക അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തിവിട്ടു. പ്രിയമുള്ളവരെ, കർത്താവ് തന്ന വാഗ്ദത്തം അതിനെ മുറുകെ പിടിക്കുവാൻ, ആ പ്രത്യാശയിൽ ഇന്നോട് ജീവിക്കുവാൻ, കർത്താവിൻ്റെ ആത്മാവിൽ ലഭിച്ച ആ സ്നേഹത്തിൽ മറ്റുള്ളവർക്കും ആ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കി. എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും പരിശോധിക്കണം. നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഈ അതിശ്രേഷ്ഠമായ ഈ ഗുണം നമ്മളിലുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതിനായി ഈ വചന കേൾവി എല്ലാ ദൈവമക്കൾക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.